ലൂക്കോസിന്റെ പുസ്തകം 6-ാം അധ്യായം 27 കഴിഞ്ഞിട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 27 തുടങ്ങിയിട്ട് 38 വായിച്ചു. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നിന്നെ ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്ക, നിന്റെ പുതപ്പെടുത്തു കളയുന്നവന്റെ വസ്ത്രവും തടുക്കരുത്. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവീൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ. എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകിയില്ല. വിടുവീൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അവൻ ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ അത്യുന്നതന്റെ മക്കളാകണമെങ്കിൽ കുറച്ച് പ്രയാസമുള്ള കാര്യമൊക്കെ ചെയ്യണം. ഹല്ലേലൂയ. കാരണം ഇന്ന് വായിച്ചതെല്ലാം നമുക്കെല്ലാം പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? ഹല്ലേലൂയ. നമ്മള് കർത്താവിന്റെ മക്കളാണെന്ന് പറയും, കർത്താവിന് ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാന്ന് പറയും, ക്രിസ്തുവിന്റെ വചനമെല്ലാം അനുസരിക്കുന്നവരാണെന്ന് പറയും. ഇതെല്ലാം പറയുമ്പോൾ തന്നെ നമുക്ക് പ്രയാസമുള്ള കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എപ്പോഴും ജീവിക്കുന്നത് ഈ ജഡത്തിലായതുകൊണ്ട് മാനുഷ്യമായ ചിന്തകളും മാനുഷ്യമായ വികാരങ്ങളും നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവത്തിന്റെ വചനം പൂർണ്ണമായി ഉൾക്കൊണ്ട് പൂർണ്ണമായ അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തതിന്റെ കാര്യം. നമ്മളിലൊക്കെ ഈഗോ എന്ന് പറഞ്ഞ സാധനം ഇരിപ്പുണ്ട്. ഹാലേലിയ. നമ്മുടെയൊക്കെ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും നമ്മൾ. അല്ലെങ്കിൽ അതിനെയൊക്കെ തൊട്ടാലറിയാം നമ്മൾ ആരാണെന്ന്. ഹാലേലിയ. എവിടെ കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, എന്നാൽ കേൾക്കുന്നവരെ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കും, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യും. ഹാലേലൂയ. ശത്രു ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭാവമൊക്കെ നമ്മൾ വേറെ സ്നേഹിച്ച് അല്ലെങ്കിൽ വിരോധമൊന്നുമില്ല, ക്ഷമിച്ചു എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ പേര് കേൾക്കുമ്പോൾ അവരുടെ മുഖം കാണുമ്പോഴൊക്കെ നമ്മുടെ മുഖത്തിന്റെ ഭാവം മാറുന്ന കാരണം നമ്മൾ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതിന് അറിയാം നമ്മൾ ക്ഷമിച്ചോ ഇല്ലയോ എന്ന്. നമ്മള് അതിനർത്ഥം പറയുന്നത് നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യും. ക്ഷമിക്കാൻ പറഞ്ഞ പോരാ, ഇനി പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യാനായിട്ട്. നല്ല കാര്യം. ഹല്ലേലൂയ. അപ്പൊ ഈ പകയ്ക്കുന്നവര് നമ്മളെ കുറിച്ച് ദോഷം പറയുന്ന എത്ര പേരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് പോയിട്ട് ഗുണം ചെയ്യാൻ പറഞ്ഞാലൊക്കെ നമുക്ക് അതിനും വേണ്ടി നമ്മൾ ആയിട്ടില്ല എന്ന് നമ്മൾ പറയും. കർത്താവേ, നിനക്ക് പറ്റുമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത് ഇതുവരെ സഹായിച്ചില്ല. എന്നിട്ട് അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പേൻ. ശപിക്കാതിരിക്കാം, പക്ഷെ അനുഗ്രഹിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയും നമ്മൾ. അടുത്ത് നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. ഹല്ലേലൂയ. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നേ, നിന്നെ ഒരു ചെകിട തടിക്കുന്ന മറ്റേതും കാണിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ക്രിസ്ത്യാനെ നമുക്ക് ഇതുവരെ സഹായിച്ചിട്ടില്ല, പക്ഷേ ഇതിനെ എടുത്ത് ബൈബിള് വായിച്ച ഈ സുവിശേഷം 3 സുവിശേഷങ്ങൾ വായിച്ച് ഹല്ലേലൂയ 4 സുവിശേഷങ്ങൾ വായിച്ച് നമ്മുടെ മഹാത്മാഗാന്ധിക്ക് അത് സാധിച്ചു. ഗാന്ധി അതുകൊണ്ടാണ്
ഒരു കവളത്ത് അടിച്ചതിനും മറുകാരനും കൂടെ കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ കൂടെ അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ബൂട്ട്സ് ഇട്ട് ചവിട്ടി ആടെ കാല് പിടിച്ചിട്ട് പറഞ്ഞ് ആ കാല് വേദനിച്ചോ എന്ന് വെച്ച് തടയി കൊടുക്കാൻ പറ്റി. പക്ഷെ നമുക്ക് കാലില്ല. അതൊന്നും ഇന്ന് നമ്മളെ ഒന്ന് അടിച്ചാൽ അറിയാം നമ്മളിലുള്ള ക്രിസ്തുവാണ് വെളി വരുന്നത്, നമ്മളുള്ള മിനിയാണോ പുറത്തു വരുന്നതെന്ന് നമുക്ക് അടിച്ചു നോക്കുമ്പോൾ അറിയാം. ഹാലേലുയ. ഇല്ലെങ്കിൽ രണ്ട് വർത്തമാനം നമ്മൾ നേരെ നിന്ന് പറയുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഹാലേലുയ. എവിടെയൊക്കെ എന്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ ഭാഗം ചിന്തിച്ച, പക്ഷെ ഇന്നലെ രാത്രി വായിച്ചപ്പോഴും ഇത് കിട്ടിയപ്പോൾ എനിക്കറിയാം ഇത് ദൈവം എന്നോട് തന്നെ ഇടപെടുന്നത്. കാരണം വെച്ചാൽ നമ്മളുടെ മനുഷ്യൻ നമ്മളുടെ ജഡം മരിച്ചിട്ടില്ല. ഹാലേലുയ. അതുകൊണ്ടാണ് നമ്മളോട് ഹാലേലുയ അമ്മയും ഹലയെപ്പോലെ ഇഷ്ടം കുന്നായ്മയൊക്കെ കാണിക്കുന്നവരോടും ഹാലേലിയ നമ്മളെ കുറിച്ച് ഹാലേലിയ വ്യാജം പറയുന്നവരും ദുഷിക്കുന്നവരും ദോഷം പറയുന്നവരും ഒക്കെ നമുക്ക് ദേഷ്യം ഒക്കെ വരുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ജഡം മരിച്ചിട്ടില്ലാത്തത് കൊണ്ട്. ഇവിടെ ഇന്നലെ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വാക്യം, താഴോട്ട് വന്ന് നിന്റെ പുതപ്പെടുത്ത് കളയുന്നതിന് വസ്ത്രം തടുക്കരുത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുത്ത് കളയുന്നവരോട് മടക്കി ചോദിക്കരുത്. നമുക്കുള്ളത് എടുത്ത് കളയുന്നവരോട് മടക്കി ചോദിക്കരുത്. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞേക്കുന്നത് മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ അവർക്ക് ചെയ്യുവിൻ. നമുക്ക് പലതും പല രീതിയിൽ നമ്മളോട് നമുക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയൊക്കെ, ഇങ്ങനെ ചെയ്യണം, അവരെ അങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ അവരെങ്ങനെ സംസാരിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട് എല്ലാവരും നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന്, നമ്മളെ എങ്ങനെ സ്നേഹിക്കണമെന്ന്. ഹല്ലേലൂയ. ഈവൻ നമ്മൾ പറയാം, ഇപ്പൊ ചർച്ചിലൊക്കെ പാസ്റ്റർമാരാണെങ്കിൽ പോലും നമ്മളെ നോക്കി ചിരിച്ചില്ല, നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പുള്ളി സമയമില്ലെന്ന് പറഞ്ഞ് പോവുകയും ചെയ്താൽ പിന്നെ പാസ്റ്ററോടും മിണ്ടത്തില്ല. കാരണം പാസ്റ്റർ എന്നാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന്, നമ്മളൊരാൾ കാണുമ്പം നമ്മളെ കാണുമ്പോൾ ഹായ് പറയണം, ചിരിക്കണം, പ്രൈസ്തലോട് പറയണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഇത് ചെയ്യുന്നുണ്ടോ? അല്ലെ, നമ്മളോട് വന്ന് മിണ്ടുന്നവരോട് ചിരിക്കുന്നവരോടൊക്കെ നമ്മൾ മിണ്ടും. പക്ഷെ ഇതെന്താ, നമ്മൾ ആഗ്രഹം അവർ നമ്മളോട് വന്ന് ചിരിക്കണം, മിണ്ടണം. പക്ഷെ നമ്മളോട് വന്ന് മിണ്ടുകയും ചിരിക്കുകയും ചെയ്ത് അനേകർ അവിടെ ഇരിപ്പുണ്ടാവും. അവരടുക്കിലേക്ക് നമ്മൾ ചെല്ലുന്നുണ്ടോ? ഒരു പ്രൈസിലോട് പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ദുബായിലെ ചർച്ച ഇവിടെ നാട്ടിലെ ദുബായിലെ ചർച്ചിലാകുമ്പോൾ ഞാൻ പറയാണ്ട് അവിടെ ഒത്തിരി 10-400 500 ആൾക്കാരെങ്കിലും ഒക്കെ ഉണ്ടാവും ഹാലിൽ. അവിടെ ഞാനൊക്കെ എൻ്റെ സ്വഭാവമൊക്കെ എന്ന് വെച്ചാൽ ആ ഇരിക്കുന്ന കസേര അവിടെ തന്നെ ചർച്ച കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നല്ലാതെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. അപ്പൊ ആൾക്കാരൊക്കെ ഈ നടന്നു വന്ന് നമ്മുടെ അടുത്ത് അത് പ്രൈസിലോട് പറയുകയും ചിരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നവരോട് നമ്മൾ ചിരിക്കണം. ബാക്കിയുള്ളവരോടൊന്നും ഹല്ലേലൂയ അങ്ങോട്ട് പോയി ഹല്ലേലൂയ ഒരു വർത്തമാനം പറയുകയാകട്ടെ, ഒരു പ്രൈസിലോട് പറയുകയാകട്ടെ ചെയ്യത്തില്ല ഹാലിലെ. കാരണം നമ്മൾ പറയുന്ന റീസൺ എന്താ പറയാ, നമുക്ക് എല്ലാവരും ഒന്നും പരിചയമൊന്നും ഇല്ല അവിടെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് അങ്ങോട്ട് പോയി പറയണമോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഹല്ലേലൂയ. അവിടെയൊക്കെ ചില ആൾക്കാരൊക്കെ നമ്മൾ ഈ വിശുദ്ധ ചുംബനം കൊടുക്കാൻ തുടങ്ങിയ നിൽക്കുന്നിടത്തത് ഫ്രണ്ടിൽ ബാക്കിലൂടെ നടന്ന ചുംബനം, ഞാനൊക്കെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നതിൽ നിൽക്കും. അത് ഹാലയില്ല. കാരണം മടിയാണ്. മടിയല്ല, മീൻസ് നമുക്കൊരു എന്തോ ഒരു കുറവാണ് ഓടി നടക്കാനൊക്കെ. പക്ഷെ ഇതെന്താ വെച്ചാൽ നമ്മൾ ഹാലേലിയ അത്രത്തോളം നമ്മുടെ ഹൃദയ വിശാലത വന്നിട്ടില്ലാത്തതുകൊണ്ട്. ഹാലലൂയ. ഇവിടെയൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ ആണ് ദൈവം പറയുന്നത്. ഹാലലൂയ. അടുത്ത പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്ത് ഉപചാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും. നിങ്ങൾ നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികൾ അങ്ങനത്തെ ചെയ്യുന്നതിൽ മടക്കി വാങ്ങിക്കളയുന്നത് നിങ്ങൾ ആശിക്കുന്നവരെ കടം കൊടുത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ മടക്കി അങ്ങനെ പാപികൾക്ക് കടം കൊടുക്കുന്നല്ലോ. ഇത് ഇത്രയും ആരാന്നറിയാം? നമ്മുടെ പുറമേ നിൽക്കുന്ന, നമ്മുടെ ഔട്ട്സൈഡ് നിൽക്കുന്ന ജാതികളായ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. നമ്മളും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ജാതികളായ പാപികളായ മറ്റുള്ള നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്നവർ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ അല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഇന്ന് നമുക്ക് അവർ ചെയ്യുന്നത് പോലും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള യഥാർത്ഥ സത്യം.
ഹാലേലിയ. അവിടെ ഹാലേലിയ നമ്മളോട് ദൈവം പറയുന്നത്, നിങ്ങൾ ആമേ ഹാലേലിയ ആമേ നിങ്ങൾ നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യും, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കും, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം. ഹാലേലൂയ. നിങ്ങളെ കൊണ്ട് ചിരിക്കുന്നവരോട് ചിരിച്ചാൽ പോരാ, നിങ്ങളെ സഹായിക്കുന്നവർ സഹായിച്ചാൽ പോരാ, തിരിച്ചു കിട്ടുമെന്ന് വെച്ച് കടം കൊടുക്കുന്നവർ അവർ ചെയ്യുന്ന അതുപോലെ ചെയ്താൽ പോരാ. നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഹാലേലിയ, നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. അടുത്ത വാക്യമാണ് എന്നെ ഭയങ്കരമായിട്ട് ഇന്നലെ രാത്രി വായിച്ചത്. എന്നാൽ നിങ്ങൾ വളരെ നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അത്യുന്നതന്റെ മക്കളാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ജഡപ്രകാരം ഈ ലോകത്തിൽ ഏതപ്പനും ഏതമ്മയ്ക്കും ജനിച്ചുവോ അവരുടെ മക്കളായി തന്നെ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും നമ്മുടെ പിതാവ്, നമ്മുടെ DNA മാറി, നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെതായ സ്വഭാവങ്ങൾ വന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാകത്തില്ല. ഹാലലൂയ. ആമേൻ. ഹാലലൂയ. നമ്മുടെ അപ്പന്റെ സ്വഭാവമാണ് നമ്മൾ. അപ്പൊ നമ്മുടെ അപ്പന്റെ സ്വഭാവം എന്തൊക്കെയാന്ന് ഇവിടെ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവദാസന്മാർ എഴുതി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവമല്ല നമ്മൾ ഇരിക്കുന്നേ. നമ്മൾ ജാതികളുടെ സ്വഭാവവുമായിട്ട് ദൈവത്തിന്റെ മക്കളാണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആ സ്വഭാവം വിട്ട് ദൈവത്തിന്റെ മക്കളായി മാറുമ്പോഴാണ് ആ സ്വഭാവത്തിലേക്ക് അനുരൂപരാകുമ്പോഴാണ് നമ്മൾ അത്യുന്നതന്റെ മക്കളാകും. നമ്മളാകുന്ന ദൈവത്തിന്റെ മക്കളെന്ന് പോലും അല്ല, ഉന്നതന്റെ മക്കൾ. അത്യുന്നതനായ ദൈവത്തിന്റെ സ്വഭാവം മഹിമ നമ്മളിൽ വന്നിട്ടില്ല എങ്കിൽ വീണ്ടും ദൈവത്തിന്റെ ഈ വചനം നമ്മളോട് ഇടപെടുന്നെങ്കിൽ എനിക്കുൾപ്പെടെ ഇരിക്കുന്ന ആർക്കൊക്കെയോ ഇന്നും ആ സ്വഭാവത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പകയും അനാവശ്യമായ പിണക്കങ്ങളും വിരോധങ്ങളും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ട് ആമേൻ അതുപോലെയാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ അന്യോന്യം ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പൊറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മറ്റുള്ളവന്റെ സങ്കടങ്ങൾ കണ്ട് സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് വിചാരിച്ച് നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്ന നമ്മളും അതുപോലെ മാറി നിന്ന് കുറ്റങ്ങളും കുറവുകളും പറയാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളല്ല. കാരണം വെച്ചാൽ ദൈവത്തിന്റെ സ്വഭാവമല്ല ഇതൊന്നും. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ വീട്ടിലെ കൊച്ചു അയലത്തുകാരന്റെ സ്വഭാവം കാണിക്കുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ച് നോക്ക്. ഹല്ലേലൂയ. അപ്പൊ ആ അപ്പന് സ്വന്തം അപ്പന്റെ ഹൃദയം എത്രത്തോളം വേദനിക്കും. നമ്മുടെ വീട്ടിലെ കൊച്ചി ഏതെങ്കിലും സിനിമ തന്നെ കണ്ടുകൊണ്ട് അവനെ ഫോളോ ചെയ്തുകൊണ്ട് അവന്റെ കോപ്രായം കാണിച്ച് അവനെ പോലെ മുടിയുമ്പോൾ അവനെ പോലെ ആകണമെന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേദനിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അപ്പന്റെ ഹൃദയം സ്വന്തം മക്കളെ ചൊല്ലി വേദനിക്കുന്നത് പോലെ അതിനെക്കാട്ടി ഉപരിയായി ദൈവത്തിന്റെ ഹൃദയം നമ്മളെ ചൊല്ലി വേദനിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ദൈവം നോക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തിന്റെ ഒരു സ്വഭാവമില്ല. പേരെന്താ? ദൈവത്തിന്റെ മക്കൾ. അപ്പൊ നമ്മൾ അത്യുന്നതന്റെ മക്കളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്യുന്നതന്റെ മക്കളാണ്. എന്നിട്ട് അത്യുന്നതന്റെ സ്വഭാവം അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അപ്പം നല്ലവരോടും സ്നേഹിക്കുന്നവരോടും ദയാലു എന്നല്ല, നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും വരെ ദയാലുവല്ലോ. ഇന്നലെ ഞാനും പാസ്റ്ററും കൂടെ ഇങ്ങനെ വൈകിട്ട് സംസാരിച്ചപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ജയിലിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയായിരുന്നു 40 ആൾക്കാർ തൂക്കിക്കൊല്ലാൻ വിധിച്ച് കിടപ്പുണ്ട്. ഒരാളെയും കണ്ട കൊന്ന്, ബാക്കിയുള്ളവരെ കൊന്നിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളെയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിച്ച് കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ പാസ്റ്റർ ഇങ്ങനെ ഡേറ്റും ടൈമും കൂടെ എഴുതിയിട്ട് ആ സമയത്ത് തന്നെ ചെയ്യണം. പിന്നെ അതിനകത്ത് ഇട്ട് വെറുതെ ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ ഇടാൻ ഇടയാകില്ല എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ സംസാരിച്ചു, പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഞാൻ ദൈവമേ ഞാൻ പറയുന്നത് എന്താണ് ഒരു ദൈവ പകിതല് വായിന്ന് വരാൻ പാടില്ലാത്ത കാര്യങ്ങളെ. കാരണം ദൈവം കർത്താവ് ഒരിക്കൽ പറഞ്ഞതാണ് ഭയങ്കരമായിട്ട് കൊടും ക്രിമിനൽ ആയിരിക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു അതും എൻ്റെ രക്തത്തിന്റെ വിലയാണെന്ന് പറഞ്ഞാണ്. ദൈവം അതുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്നത്. കാരണം അവർക്ക് മനസ്സാന്തരത്തിന് ഒരു ഇടം ദൈവം എപ്പോഴും കരുതിയിട്ടുണ്ട്, സ്പേസ് അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ
ആമേൻ. പെട്ടെന്ന് അങ്ങ് തൂക്കിക്കൊല്ലണം പറഞ്ഞാൽ അത് അങ്ങനെ നടക്കത്തില്ല. കാരണം ദൈവത്തിന്റെ ചിലപ്പം അതിന് തൊട്ട് മുമ്പായിരിക്കും അവർക്കൊന്ന് മാനസാന്തരപ്പെടാനായിട്ട് ദൈവസന്നിധി ഹാലേലൂയ അവരുടെ പാപങ്ങൾ ഏറ്റു പറയാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഹാലേലൂയ രക്ഷയുടെ ആ മാർഗം അറിയാനായിട്ടൊക്കെ ഹാലേലൂയ ഇടം കൊടുക്കും. നമുക്കറിയാം യേശു കർത്താവിനെ ക്രൂശീകരിക്കുമ്പോൾ ക്രൂശിൽ അപ്പുറം ഇപ്പുറം രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു. അവർ പാപം ചെയ്തവർ തന്നെയായിരുന്നു. പക്ഷേ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരു കള്ളന് ഹാലേലൂയ ആമേൻ മാനസാന്തരപ്പെടാനായിട്ട് ദൈവം അവസരം കൊടുത്ത ദൈവമാണ്. ആ സമയ ശിക്ഷാവിധിയിൽ തന്നെ കിടക്കുന്ന ഹാലേലിയ രണ്ടുപേരിൽ ഒരുവന് ഹാലേലിയ അവിടെ വെച്ചിട്ട് ഹാലേലിയ അവനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലായിരിക്കും എന്ന് പറഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ടു. ഹാലേലിയ അവൻ സ്വർഗത്തിലേക്ക് എത്തുമെന്നുള്ള അതുപോലെ തൂക്ക കയറി കാത്തു കിടക്കുന്ന പലർക്കും ഹാലേലിയ ആമേ ഹാലേലിയ അതുപോലെ അവസരം ദൈവം കൊടുക്കും. നമ്മുടെ ഈ ഇടയ്ക്ക് ഈ അടുത്ത സമയത്ത് ഏറ്റവും വിവാദമായ ഒരു തൂക്ക കയറി കൊടുത്ത ഗ്രീഷ്മ എന്ന പെങ്കൊച്ചിനെ കുറിച്ച് ആ കേസ് വിധിച്ച് ജഡ്ജി പോലും പറഞ്ഞത് അവളുടെ മുഖത്തൊരു കുറ്റബോധമാകട്ടെ, ചെയ്ത കാര്യങ്ങളിൽ ഹാലേലിയ അവർക്ക് ഒരു ശകലം പോലും സംസാരത്തിലാകട്ടെ, ആ ബോധത്താകട്ടെ, പ്രവൃത്തിയിലാകട്ടെ, ഒന്നിലും ഒരു ചെയ്തത് തെറ്റാണെന്നൊരു ബോധം പോലും ഇല്ലാത്തതുകൊണ്ട് ആണ് തൂക്കുകയറ് കൊടുക്കുന്നത്. കാരണം നമ്മളൊരു കാര്യം തെറ്റ് ചെയ്താൽ നമ്മൾ ഉണ്ടാകേണ്ട ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാകേണ്ട ചെയ്ത് തെറ്റാണെന്ന് തിരിച്ചറിവുണ്ടാണ്, അതിലൊരു കുറ്റബോധം വരണം. ഹാലേലിയ ആ കുറ്റബോധം ഹാലേലിയ മാനസാന്തരത്തിന് ഇട കൊടുക്കണം. ഹാലേലിയ ഇതൊന്നും കൊടുക്കാത്ത ലോകത്തിന്റെ ആക്കി വെച്ചിരിക്കുന്ന ന്യായാധിപൻ അങ്ങനെ വിധിച്ചെങ്കിൽ ഹാലേലിയ വിധിക്കുവാൻ നമ്മൾ ഹാലേലിയ എടുത്ത് പറയുന്ന പോലെ തീയിലേക്ക് തള്ളിയുടെ അധികാരമുള്ള ഹാലേലിയ വിടുവിക്കാനും രക്ഷിക്കാനും ദൈവം നമ്മളിൽ മാനസാന്തരത്തിന്റെ ഇട കണ്ടില്ലെങ്കിൽ ഹാലേലൂയ എങ്ങനെയായിരിക്കും നമ്മളെയും വിധിക്കേണ്ടുന്നത്? ദൈവത്തിന്റെ മക്കളാണ് ഹാലേലിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാലേലിയ നമ്മുടെ പല പ്രവൃത്തികളും ദൈവത്തിന് നേരുള്ളതല്ല, നീതിയുള്ളതല്ല, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതല്ല. ഹാലേലിയ ഇവിടെയൊക്കെ നമുക്ക് മാനസാന്തരത്തിന് ഇട കാണണം. കാരണം നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്വഭാവം നമുക്ക് ആ കൃപ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്നും ജീവനോട് നിൽക്കാൻ കഴിയുന്നത് പോലും. ക്രിസ്തുവിന്റെ മനസ്സലുവ. ദൈവം നമുക്ക് വേണ്ടി, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ പറയും. ഞാൻ എപ്പോഴും പറയും നമ്മൾ പാപം ചെയ്യുന്നു പറയുമ്പോഴത്തേന് നമ്മൾ അയ്യോ ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ മോഷ്ടിക്കത്തില്ല, മാർക്കോസ് സുവിശേഷത്തിൽ പറയുന്നല്ലേ, ഞാൻ മോഷ്ടിക്കത്തില്ല, ഞാൻ വ്യഭിചരിക്കത്തില്ല, ഞാൻ കള്ളസത്യം ചെയ്യത്തില്ല, ഞാൻ വിഗ്രഹാരാധന ചെയ്യത്തില്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് നമ്മൾ പാപം ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അതിനെക്കാട്ടി വലിയ പാപങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ആരെങ്കിലെ കുറിച്ച് തെറ്റായി നമ്മുടെ ഹൃദയത്തിൽ അവരെ കുറിച്ച് കുറ്റമായി കുറവായി വിചാരിക്കുമ്പോൾ പോലും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത പകയും പിണക്കങ്ങളും ഹൃദയത്തിൽ ഇരിക്കുമ്പോഴൊക്കെ അവരെ കൊല്ലുന്നതിന് തുല്യമാണ്. നീ എന്നിട്ട് സഹോദരനെ പകച്ചാൽ നീ കൊലപാതകം ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മൾ എത്രയോ സഹോദരങ്ങളെ നമ്മൾ പകയ്ക്കുന്നുണ്ട്. ഹാലേലൂയ എത്രയോ പേരോട് ഹാലേലിയ വിദ്വേഷവും വെറുപ്പും പകയും ആമയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലൊക്കെ അങ്ങനെ നോക്കുക. നമ്മൾ ദിനം പ്രതി നമ്മൾ ചില ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ വിഗ്രഹങ്ങളായി മാറിയും നമ്മുടെ പലതിൻ്റെയും പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയും ഈ ലോകത്തിന്റെ മോഹം നമ്മൾ വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ ദിവസവും. അപ്പൊ പാപികളായ നമ്മളെ ദൈവത്തിന്റെ മനസ്സലിവ ദൈവത്തിന്റെ പക്ഷപാതം ചെയ്തുകൊണ്ട് കർത്താവ് യേശു നമുക്ക് വേണ്ടി ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോകുന്നത്. അടുത്ത് നിങ്ങൾ അത്യുന്ന മക്കളാകും, അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരും അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്ന പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുക. അപ്പൊ നമ്മുടെ പിതാവ് എങ്ങനെയാണോ മനസ്സലിവുള്ളവൻ, നമ്മുടെ പിതാവിന്റെ മനസ്സിൽ ആരോടാ? നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടുമുള്ള മനസ്സിലുവാ. നമ്മൾ ആരോടൊക്കെ മനസ്സിലായി സാറാണ് സിസ്റ്ററെ? ഹല്ലേലൂയ. നമ്മൾ ആരോടൊക്കെ മനസ്സിലെന്ന് ചോദിച്ചാൽ നമ്മളെ സഹായിക്കും, നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മളോട് പ്രാർത്ഥിക്കുന്നവരെ, നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നവരെ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ഉള്ളവരോട് നമ്മളെ മനസ്സിലും. പക്ഷെ ദൈവത്തിന്റെ മനസ്സിൽ പറഞ്ഞത് നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും മനസ്സിലാൻ പറഞ്ഞേക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെയൊക്കെ ദുഷ്ടന്മാരെന്ന് വെച്ചാൽ നമ്മളോട് ദുഷ്ടത ചെയ്യുന്നവര്. നന്ദി കെട്ടവരെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് നമ്മളെ ദുഷിക്കുന്നവര്. ഇതൊക്കെ നന്ദി കെട്ടവര്. ഇങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ മനസ്സലിവുള്ളവർ ആകണമെന്നാണ്. എന്നുവെച്ചാൽ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവം ദൈവത്തിന്റെ മനസ്സലിവാണ്. ആ മനസ്സലിവ് പോലെ നമ്മളും
മനസ്സിലുള്ള വിധിക്കരുതെന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല, ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടാവില്ല, വിടുവിൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, അമർത്തിക്കുലുക്കി കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയത്തിൽ നിങ്ങൾ അളക്കുന്ന അളവിനാ നിങ്ങൾ കളഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല, നമ്മൾ എപ്പോഴും പറയും. അല്ലേ? അപ്പം പക്ഷെ നമ്മൾ അളക്കുന്ന അളവിനാൽ നമുക്ക് അളന്ന് കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്യും. ഹാലേലൂയ. നമ്മൾ പകയാണ് വിതയ്ക്കുന്നെങ്കിൽ നമ്മളെ അനേകർ പകയ്ക്കും. നമ്മൾ ഹാലേലിയ മറ്റുള്ളവരെ ഹാലേലിയെ കുറിച്ച് കുറ്റങ്ങളാണ്, നമ്മൾ ഒരു കുറ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് 4 കുറ്റം പറയും. കാരണം അമർത്തെ കുലയ്ക്ക് കവിയുന്ന നല്ലൊരളവെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സമ്പത്തിന്റെ മേൽ മാത്രമല്ല, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന്റെ മേൽ കിട്ടും. നമ്മൾ ആരോടെങ്കിലും ഒരാളോട് പക വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളോട് നമ്മൾ അറിയാതെ 4 പേരെങ്കിലും നമ്മളോട് പക വെച്ചുകൊണ്ടിരിക്കും. ഹാലലൂയ. എന്താ നമ്മൾ കൊടുക്കുന്നത് അതാ കിട്ടുക. ഹാലലിയ. അവിടെ ഹാലലിയ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ ഇത് തന്നെ പത്രോസ് പറയുന്നുള്ളു. ഹാലലിയ. പത്രോസിന്റെ 3-ാം അധ്യായത്തില് 9 തുടങ്ങിയിട്ട് വാക്യം പറഞ്ഞാല്, ദോഷത്തിന് പകരം ദോഷം, ശകാരത്തിന് ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഭവം വിളിക്കപ്പെട്ടവർക്ക് അനുഗ്രഹിക്കുന്നവരാകുവിൻ. ഹാലലൂയ. അടുത്ത പറയുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കണ്മ ഇച്ഛിക്കുകയും ചെയ്യുന്ന ദോഷം ചെയ്യാതെ തന്നെ നാവിനെയും വ്യാജം പറയാതെ തന്നെ അതിരത്തെ അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യും സമാധാനം പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചിവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കും, എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ കണ്ണ് ആരുടെ പ്രാർത്ഥന? നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അവരുടെ കർത്താവിന്റെ കത്തുന്നു. അപ്പൊ നമ്മൾ ഹാലേലിയ നമ്മുടെ ഉള്ളിൽ ഹാലേലിയ നീതിയുള്ള പ്രവൃത്തിയില്ല, ദൈവത്തിന്റെ മക്കൾ എന്ന് പറയും യോഗ്യതയില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കൾ, അത്യുന്നതിന്റെ മക്കൾ ആകാൻ വേണ്ടി യോഗ്യതയില്ലാത്ത പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അവന്റെ പ്രാർത്ഥന, നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ചെയ്തു തുറന്നു വെച്ചിരിക്കുന്നു. ഹാലലൂയ. അപ്പൊ ദുഷ്ടതയും കപടതയും ഹാലലിയ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്കല്ല. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതും ഒരുപോലെ പാപമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതിരുന്നിട്ട് നമ്മൾ മണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. മറ്റിടത്ത് പറഞ്ഞ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്, പക്ഷെ ഇവിടെ പറഞ്ഞ നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്നു വെച്ചാൽ നീതിമാൻ എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു. അപ്പൊ നമ്മൾ നീതിമാന്മാരാണെന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് പണ്ടൊരിക്കൽ സാമ്പാസ്റ്റ് പറഞ്ഞ കാര്യമാണ്. നമ്മൾ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി സ്തോത്രം എന്ന് യാഗം അർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കും. ഒരു കയ്യിൽ നമ്മുടെ കയ്യിൽ എത്ര ഡെലീഷ്യസ് ആയ, എത്ര എക്സ്പെൻസീവ് ആയ ഒരു ലഡുവാണ് കയ്യിൽ ഇരിക്കുന്നെങ്കിൽ അതൊരാൾക്ക് വെച്ച് നീട്ടുമ്പോൾ നമ്മുടെ കൈ പഴുത്ത് അളിഞ്ഞ് വ്രണമായിട്ടിരിക്കുന്ന കയ്യിലാണ് അത് വെച്ചിരിക്കുന്നതെങ്കിൽ ആരും ആ ലഡു എടുത്ത് കഴിക്കത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയം ദൂഷിച്ച ഹൃദയമാണെങ്കിൽ അതിനകത്ത് അറപ്പും വെറുപ്പും കയ്പും പകയും വിദ്വേഷവും നിന്നാമി അങ്ങനെ എല്ലാം കുത്തി നിറച്ചിട്ടാണ് ആ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ ദൈവത്തിന് സ്തോത്ര യാഗം അർപ്പിക്കുന്നത്. ദൈവം ഒരിക്കലും നമ്മുടെ സ്തോത്ര യാഗങ്ങൾ കൈക്കൊള്ളത്തില്ല. ഹാലലൂയ. അപ്പൊ അവിടെ ദൈവത്തിന്റെ വചനം അതുകൊണ്ടാണ്, നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തുവിൻ. നമ്മൾ ഉയർത്തുമ്പോൾ നമ്മുടെ കരം ഉയർത്തും, നമ്മൾ വിശുദ്ധരാണോ എന്ന്. ഹാലലിയ എന്ന് ദൈവത്തിന് എങ്ങനെയാ വിശുദ്ധ? നമ്മളുടെ സ്വഭാവത്തിന്റെ അളവുകോലിനാലല്ല നമ്മൾ അളക്കേണ്ടത്. നമ്മുടെ അത്യുന്നതനായ സർവശക്തനായ സർവദയാലുവായ സർവകൃപാലുവായ സർവശക്തനായ ദൈവത്തിന്റെ സ്വഭാവത്തോട് നമ്മൾ അത് വെച്ച് വേണം നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യാനായിട്ട്. നമ്മൾ എന്തൊക്കെ കുറവുകൾ ഉണ്ടെന്നുള്ളത്. നമ്മൾ കമ്പയർ ചെയ്യുന്ന എപ്പോഴും നമ്മുടെ അടുത്ത് നിൽക്കുന്ന വിശ്വാസം നോക്കിയിട്ട് അവരെക്കാട്ടി നമ്മൾ ഇച്ചിട്ടൊക്കെ മെച്ചമാണെന്ന് തോന്നുന്നു, അവരെക്കാട്ടി ഇച്ചിരി മെച്ചമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അളക്കരുത്. നമ്മളെ ചോദന ചെയ്യുമ്പോൾ നമ്മുടെ ദൈവത്തിനെ നോക്കി തന്നെ വേണം. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവത്തോട് നമ്മൾ ഇവിടെ ഇവിടെ പത്രോസിന്റെ ലേഖനത്തിൽ വീണ്ടും നമ്മളോട് പറഞ്ഞു തരണം. താഴേക്ക് വായിക്കുക, നിങ്ങൾ നന്മ ചെയ്യുന്ന ശുഷ്കാന്തിയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യമാണ്. അവരുടെ ഭീഷണിയത്തിൽ ഭയപ്പെടുകയും കുലുങ്ങുകയും, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവ് വിശുദ്ധീകരിക്കും. നിങ്ങളിലും പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിപാദം പറഞ്ഞ് എപ്പോഴും ഒരുങ്ങിയിരിക്കും. അപ്പൊ നമ്മള് നന്മ ചെയ്യുന്ന ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. നമുക്ക് തിരിച്ച് പ്രതിഫലം ചിലപ്പോൾ നന്മ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല.
അല്ല, കിട്ടുന്ന ചിലപ്പം തിന്മ. നമ്മൾ പറയോ എന്തൊക്കെ നന്മ ചെയ്തത്, നമുക്ക് ഈ തിന്മയാണല്ലോ ദൈവമേ വന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ കിട്ടുന്നതിനെ നോക്കണ്ട, ചെയ്യുന്നതിൽ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. നമ്മൾ അങ്ങനെ ചെയ്തു പോകണമെന്ന്. എപ്പോഴും അതുപോലെ സൗമ്യത വേണം, ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയപ്പെടും. അപ്പൊ നമ്മള് എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവായി വിശുദ്ധീകരിക്കും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സമയം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കുക ചെയ്യുന്നു. നമ്മളെ ക്രിസ്തുവിനെ നാവ് കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടും. പാട്ടുകളിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വിശുദ്ധീകരിക്കപ്പെടുന്നെങ്കിൽ നമ്മുടെ പ്രവൃത്തികളാലാണ് ക്രിസ്തു വിശുദ്ധീകരിക്കപ്പെടുന്നത്. മറ്റുള്ളവർ, ജാതികൾ നമ്മളെ കാണുമ്പോൾ അവരെന്തെങ്ങനെയാ കാണുന്നത്? നമ്മുടെ ഹൃദയത്തിലെ ഇതൊന്നും അല്ല, നമ്മുടെ പ്രവൃത്തി അവരെ കാണും. നമ്മൾ അങ്ങനെ പ്രവൃത്തിയിലൂടെ വരുമ്പോഴാണ് അവരുടെ മുമ്പിൽ നമ്മൾ കർത്താവിനെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തു നമ്മളോട് വെളിപ്പെടുക ചെയ്യുന്നത്. നമ്മൾ ക്രിസ്തു നമ്മളോട് വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ സാധാരണ ലോകക്കാരായിരുന്നപ്പോൾ എന്തൊക്കെ സ്വഭാവമുണ്ടോ അതിലൊന്നും ഒരു മാറ്റം ഒന്നുമില്ല. പണ്ടും നുണ പറയും, ഇപ്പോഴും നുണ പറയും. പണ്ടും തമ്മിത്തല്ലുണ്ടാക്കും, ഇപ്പോഴും തമ്മിത്തല്ലുണ്ടാക്കും. പണ്ടും ഒന്ന് പറഞ്ഞ 4 പറയും. ഈ സ്വഭാവത്തിൽ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നെങ്കിൽ നമ്മളിവിടെ ക്രിസ്തു വിശദീകരിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, ക്രിസ്തു ദുഷിക്കപ്പെടുക ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇവിടെയൊക്കെ മാറ്റം വരുന്നത് ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ പറയുന്ന ക്രിസ്തുവെ നിങ്ങൾക്ക് നല്ല നടപ്പിന് ദുഷിക്കും, നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ രചിക്കേണ്ടത് നല്ല മനസാക്ഷിയുള്ള നിങ്ങൾ കഷ്ടം സഹിക്കണേ എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്ന ഏറ്റവും നന്ന്. നമ്മൾ കഷ്ടം സഹിക്കണം എന്നുള്ളത് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നതല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുമ്പോഴാണ് അത് ദൈവഹിതം, അല്ല ഏറ്റവും നല്ലതായി വരുന്നത്. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അല്ലേ? കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടോ അവരെന്നോട് ഇങ്ങനല്ലോ അത്, എന്നാലും എന്നെ ഒറ്റപ്പെടുത്തിയല്ല, എന്നെ ഹാലേലിയ മാറ്റി നിർത്തിയല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര സങ്കടം വിഷമമൊക്കെയാണ്. പക്ഷേ ദൈവം പറയുന്നത് ഒരാളെ ദ്രോഹിച്ചിട്ട് കഷ്ടം സഹിക്കുകയല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നത് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഇവിടെ പറയുന്നത് എന്ത് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല നന്മ ചെയ്ത് സഹിക്കുന്ന ഏറ്റവും നന്നത്, നമുക്ക് ഏറ്റവും നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3-4 ദിവസത്തേക്ക് മുമ്പ് ഇങ്ങനെ ദൈവസേന കണ്ടു പറഞ്ഞു, കർത്താവേ ഇത് 2000-ൽ കോവിഡ് വന്നപ്പോൾ തുടങ്ങാൻ തുടങ്ങി. അന്ന് തുടങ്ങിയിട്ട് ഇതുവരെ പോകുന്നുണ്ട്. ഈ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ വെളുപ്പാങ്ങാതെ ഉറക്കൊഴിഞ്ഞിരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇത് മുൻപോട്ട് കൊണ്ടുപോകണ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണൊക്കെ പറഞ്ഞത്. അപ്പോൾ അപ്പോൾ പലരും നമ്മുടെ സൂമിൽ കടന്നു വരികയും പലരും പ്രാർത്ഥിക്കും, പലരും ഇതാക്കി. പക്ഷേ ഇന്ന് പലരും ഇതൊരു സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ടോ സത്യസന്ധമായിട്ടോ നിൽക്കാൻ പോലും പ്രാർത്ഥിക്കാൻ പോലും ആൾക്കാർക്ക് മടിയാണ് ഇപ്പോൾ. നമ്മുടെ സാറ്റർഡേ പ്രയറിലും രാവിലെ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. വൈകുന്നേരത്തെ പ്രയർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോലും പലരും മടിച്ചു നിൽക്കുമ്പോൾ മാറി നിൽക്കുമ്പോൾ പലർക്കും നമ്മളെക്കാട്ടും നന്നായി പ്രാർത്ഥിക്കുന്ന പലരുമായിട്ട് കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹം വരുമ്പോഴത്തേന് നമ്മൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ. ഞാൻ ആ പട ദിവസം ഇങ്ങനെ ചോദിച്ചു, കർത്താവേ ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ, ഇത് എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്? അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനോട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറയും ദൈവം നിർത്താൻ പറയും നിർത്തും. പക്ഷെ അത് പറയുന്നിടത്തോളം കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന കണക്ക് ഒരാളാണെങ്കിലും നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ചില ഒറ്റപ്പെടലും സങ്കടങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മൾ എന്ത് ദോഷം ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് നീ ദോഷം ചെയ്തിട്ടല്ല കഷ്ടം അനുഭവിക്കുന്നത്. ദൈവം നല്ലത് ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുക ഏറ്റവും നല്ലത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒരുപാട് വിടുതൽ പ്രാപിക്കുകയും ചെയ്ത് അനേകം നമുക്ക് താഷ്യം വരെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിലൊന്നും നമുക്ക് പുകഴ്ചയില്ല. ഞാൻ എപ്പോഴും പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് അവരെ വിടുവിച്ചത്, ദൈവത്തിന്റെ സമയമാണത്. ദൈവത്തിന്റെ സമയത്ത് പണ്ടൊരിക്കൽ വിജയജൽ പാസ്റ്റർ പറഞ്ഞതുപോലെ ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിനകത്തൊന്നും പുകഴ്ചയില്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ പോലും മാറി നിർത്തി ഒറ്റപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വേദന. പക്ഷേ ആ വേദനയിൽ നിന്ന് ദൈവാത്മാ ഞാൻ ഈ വാക്യം കണ്ടതേ ഇല്ലെന്ന് കേട്ടോ. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കണ്ടത്. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് നമ്മൾ തിന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നതല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നത് ഏറെ നല്ലത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു വേദന വരുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതപ്രകാരം ഏറ്റവും നല്ലതാണെന്ന് തന്നെ കരുതുക. ഹല്ലേലൂയ. അടുത്ത പറയുന്നത് നീതി ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന നീതിമാന അത് പറഞ്ഞ അടുത്ത പറഞ്ഞ ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ
പ്രാപിക്കുകയും ആത്മാവ് ജീവിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ യേശു കർത്താവും നീതിമാന്മാർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല മരിച്ചത്. പാപികളായ നമുക്ക് വേണ്ടിയിട്ട് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. യേശു കർത്താവ് ദൈവത്വത്തിലല്ല യേശു കർത്താവ് മരിച്ചത്. കഷ്ടമല്ല, യേശു കർത്താവ് ആ മനുഷ്യത്വത്തിൽ തന്നെ നിന്നുകൊണ്ട് ആ ജഡത്തിൽ സകല കഷ്ടങ്ങളും അനുഭവിച്ച് യേശു കർത്താവ് മരിക്കപ്പെട്ടു. അത് നമ്മൾ നീതിമാന്മാരായിരിക്കും ആരെങ്കിലും അവർക്ക് വേണ്ടി മരിക്കുന്നത് എബ്രാഹിം അങ്ങനെ പറയുന്നത് അത് നല്ലതെന്നൊക്കെ പറയും. പക്ഷെ ഇത് നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ആ ജഡത്തിൽ സകല കഷ്ടങ്ങളും അനുഭവിച്ച് സകല വേദനകളും സഹിച്ച് കർത്താവ് യേശു ക്രിസ്തു പറയുന്ന പോലെ ഈ ലോകത്ത് നമ്മൾ എത്ര വലിയ വേദനയാണ്, എത്ര വലിയ വിഷമാണെന്ന് പറയും കർത്താവ് അനുഭവിച്ച അത്രയും വേദന ആരും ഈ ലോകത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല. അത് ജഡത്തിലാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും അവിടെ പല കഷ്ടങ്ങളും അവിടെ കടന്നുപോയ പീഡാസഹനം കാണുമ്പോൾ അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ഒരു സങ്കടവും മനസ്സിലാകാതിരിക്കത്തില്ലെന്ന് പറയുന്ന കാര്യം. അപ്പൊ അത് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. നമ്മെ ദൈവത്തോട്, അതെന്തിനാ വേണ്ടിയിട്ടാണ്? നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ദൈവത്തോട് അടുത്ത് വന്നിട്ട് എന്തിനാ അടുത്ത് വരുന്നത് വെച്ചാൽ അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ വേണ്ടി നമ്മൾ അടുത്ത്. അപ്പൊ നമ്മൾ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അത്രയും കഷ്ടം അനുഭവിച്ച് നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ്. ഇന്ന് വായിക്കപ്പെട്ട വചനം, നമ്മൾ കേൾക്കപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപരായിട്ടുണ്ടോ? നമ്മൾ ദൈവത്തെങ്കിലേക്ക് അതേ സ്വഭാവത്തിലേക്ക് നമ്മൾ അത്യുന്നതിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ യോഗ്യരായിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന, മറ്റൊരാളെ നോക്കുവാനും മറ്റൊരാളെ വിവേചിക്കാനും മറ്റൊരാളെ ശോധന ചെയ്യാനും എല്ലാ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കുക. നമ്മൾ അതിന് യോഗ്യ ആയിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഇല്ലെങ്കിൽ ദൈവസന്നിധി ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എനിക്ക് ആ കൃപ തരണമേ എന്ന് പറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നായി തീരുവാൻ വേണ്ടി ദൈവം എന്ത് പറഞ്ഞാലും അത് നോ പറയാതെ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ പറയും അവിടെ പോയി ഇവിടെ പല ശുശ്രൂഷിക്കാൻ പറയുമ്പോൾ നമ്മളൊരു അതൊക്കെ പോകാം. പക്ഷേ അതൊന്നും അല്ല ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് ചോദിക്കുന്ന നിന്റെ ഹൃദയത്തിൽ എനിക്കുള്ള സ്ഥാനം എത്രയാണ്? എന്റെ മകളെന്ന് വിളിക്കപ്പെടാൻ നീ യോഗ്യതയായ സ്വഭാവം നിന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടോ? നിന്റെ ഹൃദയം ഇപ്പോഴും സാധാരണ ജഡത്തിലായിരുന്നപ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ അപ്പന്റെ അമ്മയുടെ മക്കളായിരുന്നപ്പോൾ ഉള്ള അതേ സ്വഭാവത്തിൽ തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അത് ദൈവ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുക തന്നെ. അത് വാക്കിലല്ല, അത് പ്രവർത്തിയിൽ തന്നെ ഈ ദിവസങ്ങളിൽ തെളിഞ്ഞു വരണം. അതിനായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ്.